പടച്ചോനെ ആ ഡ്രസ്സ് കത്തുന്നേ. അങ്ങനെ ഈ കത്തലിനും പൊട്ടലിനൊക്കെ ആയിട്ട് ഒരു വർഷം തികയാട്ടോ. അപ്പോൾ ഹായ് ഹലോ, ഐ എം തിസ്ലി. എന്റെ കല്യാണത്തിന്റെ ഓരോ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇതൊരു 1,000,000 വ്യൂസിലേക്കുള്ള പോക്കാണെന്നുള്ളത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലാകെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വോയിസ് ഓവർ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് എനിക്ക് പഠിച്ചവനായിട്ട് അടിപൊളി കണ്ടന്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ ലൈഫിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കില്ലേ നമ്മുടെ കല്യാണ ദിവസം. എന്റെ ലൈഫിലും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നേക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാട്ടോ. 3 years ബാക്ക് ആയിരുന്നു എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് 1 year ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 years ആയിരുന്നു ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് എന്റെ ഹസ്ബൻഡ് ഷിഹാബുദ്ദീൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടൈമിൽ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാട്ടോ ഇത്. എന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയാണ് കേട്ടോ ഇത്. ഞാൻ മേക്കപ്പിന്റെ ഫീൽഡിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ്. ഇന്ന് പഠിച്ചവനോട് എനിക്ക് തെച്ച അൽഹംദുലില്ലാ എന്ന് സമാധാനത്തോടെയും അത്രയേറെ സന്തോഷത്തോടെയും പറയാൻ പറ്റും കേട്ടോ. ആരും എന്നോട് കല്യാണം കഴിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാ കല്യാണം കഴിച്ചോ എന്ന ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. കല്യാണത്തിന്റെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങളൊരു ചെറിയ ഇന്റിമേറ്റ് വെഡിങ് ഷൂട്ട് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസും കാര്യങ്ങളും കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓർണമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ ഭയങ്കര ലക്ഷ്യമായിരുന്നു കേട്ടോ. ഔട്ട്ഫിറ്റിനോട് മാച്ചായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു അവർ എനിക്ക് ഓരോ ഓർണമെന്റ്സും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ആനിവേഴ്സറി ദിവസത്തിൽ എനിക്ക് പഠിച്ചവനോട് ഒന്നേ പറയാനുള്ളൂ, നന്ദിയുണ്ട് തമ്പുരാനെ. ഈ കന്യ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നല്ലോ. മുത്തോടാ നീ.